ആർക്ക് സ്ക്വയറിന് സമീപം നടന്ന ശക്തമായ ബോംബാക്രമണത്തിലാണ് കൊട്ടാരത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഈ കൊട്ടാരത്തിന് നേരെ നേരിട്ട് ബോംബാക്രമണം ഉണ്ടായില്ലെങ്കിലും സമീപത്തുണ്ടായ സ്ഫോടനങ്ങളുടെ ആഘാതവും ചിതറിത്തെറിച്ച അവശിഷ്ടങ്ങളും വലിയ തോതിൽ നാശമുണ്ടാക്കി. പ്രധാനമായും കൊട്ടാരത്തിലെ പ്രശസ്തമായ മിറർ ഹോളിന്റെ വലിയ ജനലുകളും പുരാതനമായ കണ്ണാടി തുണ്ടുകളും തകർന്നു വീണു. വർഷങ്ങളെടുത്തു നിർമ്മിച്ച അതിമനോഹരമായ ഓർസി ശൈലിയിലുള്ള നിറമുള്ള ഗ്ലാസ് ജനലുകളും പുരാതനമായ മരവാതിലുകളും തകർന്നിട്ടുണ്ട്. മാർബിൾ സിംഹാസനം ഇരിക്കുന്ന ഹാളിലെ മേൽക്കൂരയിലെ അലങ്കാര പണികൾ അടർന്നു വീണതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ സാംസ്കാരിക മന്ത്രി റസ സാലിഫി അമീരി പറഞ്ഞത് ഇത് ഇറാന്റെ ദേശീയ സ്വത്വത്തിനു മേലെയുള്ള ആക്രമണമാണെന്നാണ്. 1785-ൽ ഖജർ രാജവംശം തെഹ്റാനെ തലസ്ഥാനമാക്കിയതോടെയാണ് ഈ കൊട്ടാരം ഇറാന്റെ അധികാര കേന്ദ്രമാകുന്നത്. ഏകദേശം 200 വർഷത്തോളം പേർഷ്യൻ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു ഇത്. പൗരസ്ത്യ വാസ്തുവിദ്യയും 19-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ ശൈലികളും ഇത്രയധികം ഇഴചേർന്ന മറ്റൊരു നിർമ്മിതി ലോകത്തിൽ തന്നെയില്ല. 2013-ലാണ് യുനെസ്കോ ഇതിന് പൈതൃക പദവി നൽകുന്നത്. ഇതിലെ 8 പ്രധാന കെട്ടിടങ്ങളിൽ ഓരോന്നും പേർഷ്യൻ കരകൗശല വിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ കൊട്ടാരത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നത് നഷ്ടത്തിന്റെ ആഴം കൂട്ടുന്നു. യുദ്ധസമയത്ത് സാംസ്കാരിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന 1954-ലെ ഹേഗ് കൺവെൻഷൻ നിലനിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. യുനെസ്കോ ഈ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സൈനിക നീക്കങ്ങൾക്ക് മുൻപ് സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ സൈന്യത്തിന് കൈമാറാറുള്ളതാണ്. എന്നിട്ടും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിന് ഇത്തരമൊരു ആഘാതം ഉണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. പൈതൃക സ്മാരകങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നത് യുദ്ധക്കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്.